glorious moments. നമ്മള് ഈ അമാലുക്യ വായിക്കുമ്പോഴേ അവൻ കന്യകയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ സിംഹാസനത്തിലിരുന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു മീനിങ് എന്താ? അതായത് യേശുക്രിസ്തു ഒരു സമയത്ത് രണ്ട് സ്ഥലത്തും ഉണ്ടായിരുന്നു എന്നാണോ, അതോ മാതാവിന്റെ ഉദരത്തിൽ സിംഹാസനത്തിലിരുന്നു എന്നാണോ? അല്ല, അത് പുത്രന്റെ ജഡാവതാരം നടക്കുമ്പോൾ ട്രിനിറ്റിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഹോളി ട്രിനിറ്റി, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, അതേപോലെ അവിടെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതാണ് ആ വിശ്വാസം ഏറ്റുപറയുന്നത്. ആരാ ചോദിച്ചാൽ അച്ചു വറീസ് അല്ലേ? അച്ചു വറീസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നാണോ? അപ്പൊ നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞല്ലേ. അതായത് ചോദിച്ചോളൂ. എനിക്കറിയാം, പക്ഷെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ട്രിനിറ്റിക്ക് വ്യത്യാസം വന്നില്ലെന്നും ഇവനിൽ ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി വസിച്ചു എന്നും ഈ കന്യകയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ അവൻ കേവല മനുഷ്യനല്ലായിരുന്നു എന്നും ആണ് അവിടെ പറയുന്നത്. അത് നമ്മുടെ ഈ ആ കാലഘട്ടത്തിലുണ്ടായ ക്രിസ്റ്റോളജിക്കൽ ഹെരസീസ് ആണല്ലോ. കാരണം മറിയം പ്രസവിച്ചത് കേവല മനുഷ്യനെയാണെന്നും പിന്നീട് ദത്തെടുപ്പിലൂടെ അവൻ ദൈവപുത്രനായി തീർന്നു എന്ന അഡോപ്ഷൻ, ഇന്നും പെന്തക്കോസ്ത് വിഭാഗങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ്, അഡോപ്ഷനിസമാണ്. അപ്പോൾ എവിടെ വെച്ചാണ് യേശുവിനെ അഡോപ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ജോർദാനിൽ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പിതാവ് അരുളി ചെയ്യുകയും പരിശുദ്ധ റൂഹ പ്രാവ് എന്ന പോലെ ദേഹരൂപത്തിൽ അവന്റെ മേൽ ആവസിക്കുകയും ചെയ്തു. അങ്ങനെ ഈ മറിയം എന്ന സ്ത്രീ പ്രസവിച്ച മനുഷ്യനായ യേശു ദൈവപുത്രനായി തീർന്നു എന്നാണ് അഡോപ്ഷനിസം. ഇതാണ് ഈ പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത്. അപ്പോ അതല്ല, അവൻ കന്യകയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെയാണ് മറിയം ഉദരത്തിൽ വഹിച്ചത്. അവൾ പ്രസവിച്ചത് ദൈവത്തെ തന്നെയാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ സത്യവിശ്വാസത്തിന്റെ ക്രക്സ് അതാണ്. മറിയം സംശയം കൂടാതെ ദൈവമാതാവാണ്. അതെല്ലാം ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ മുഴുവൻ ദുരുപദേശങ്ങളും മാറിപ്പോകുന്നതാണ്. അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ വായിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ ഈ ഭൂമിയിലെ ലൈഫ് അതെന്താണെങ്കിലും റെസ്പെക്റ്റീവ് ഓഫ് ദാറ്റ് നമുക്ക് എല്ലാവർക്കും സ്വരാജ്യത്തിലെ പ്രവേശനം അല്ലെങ്കിൽ ദൈവത്തോട് കൂടിയുള്ള ഒരു വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അതില് എല്ലാവർക്കും തുല്യ സ്ഥാനമാണോ, അതോ ആ സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ടോ? സ്ത്രീകൾക്കും അല്ലെങ്കിൽ നമ്മളെ പോലുള്ള കോമൺ പീപ്പിൾ എല്ലാവർക്കും സെയിം പൊസിഷൻ തന്നെയാണോ? അല്ലല്ല, സെയിം പൊസിഷൻ അല്ലല്ലോ. വളരെ വ്യത്യാസം പോലെ ആവില്ല. ആ കാലഘട്ടത്തിൽ ജനിക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് അവർക്ക് പ്രിവിലേജ് പോലെ ആവില്ല. ക്രിസ്തുവിന്റെ കൂടെ ജനിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട്, ആ സ്ത്രീകരായി എന്നുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് പറ്റി. ആ ഒരു വ്യത്യാസം വരും. ഒരു പാർഷ്യാലിറ്റി ദൈവത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു വരില്ല. ക്രിയേറ്റ് നോക്കുമ്പോ സ്ത്രീഹന്മാരുടെ പ്രിവിലേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ. അല്ല, ഈ ഞാൻ പറഞ്ഞ ഓരോരുത്തർക്കും ഓരോ അവരവരുടേതായ ആത്മീക നിലവാരം അനുസരിച്ചുള്ള പൊസിഷനാണ് കിട്ടുന്നത്. ഇപ്പൊ സ്ലീഹായിക്ക് അടുത്ത പൊസിഷൻ കിട്ടിക്കൂടാഴുകയില്ല, അങ്ങനെ കിട്ടാം. അല്ല, ഞാൻ ചോദിക്കുന്ന ഇതിപ്പോ ഇങ്ങനെ ഒരു ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദൈവം ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവുമല്ലോ. അത് അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടല്ലേ. ഇപ്പൊ നമ്മള് ദൈവം ഇങ്ങനെയൊന്നും ഇല്ലാതെ ജീവിച്ചു പോയ, വിദ്യാഭ്യാസങ്ങളൊന്നും ലഭിക്കാതെ ജീവിച്ചു പോയ ഒരു സമൂഹം ഉണ്ടാവുമല്ലോ. അത് അവർ ആ സമൂഹത്തിൽ ജനിച്ചു പോയത് കൊണ്ട് അങ്ങനെ ആയതാണ്. അപ്പൊ അവരുടെ ആ ഒരു ആത്മീക നിലവാരം നമ്മൾ അത് അവരുടെ പ്രശ്നം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. അതെങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും? അതെങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാന്ന് ചോദിച്ചാല് അവർക്ക് ഈ പൊസിഷൻ കിട്ടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്, അതോ അവരെ നരകത്തിൽ ഇടുന്നതിന്റെ? അവർക്ക് ഈ പൊസിഷൻ കിട്ടാൻ പോസിബിൾ അല്ലല്ലോ. അവരുടെ ആത്മീയ നിലവാരത്തിന്റെ ബേസിലാണ്. അല്ല, അതിപ്പം അങ്ങനെ ആത്മീയ നിലവാരത്തിന്റെ അല്ലല്ലോ. ഇപ്പം സപതി പുത്രന്മാരുടെ അമ്മ വന്നിട്ട് ഇതേപോലെ ഒരു ചോദ്യം പറയുന്നുണ്ടല്ലോ, പുള്ളി എന്റെ മക്കൾ രണ്ടുപേരെ ഇടത്തും വലത്തും ഇരിക്കണം എന്നൊക്കെ എന്ന് പറഞ്ഞ. അപ്പൊ അവിടെ കർത്താവ് അതിനെ ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. അതെ, പക്ഷെ നമുക്കത് ഈ ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ആ ഒരു സമൂഹത്തിലായി എന്നുള്ളത് കൊണ്ട് അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടാതെ വരുന്നതിന് നമുക്ക് എന്ത് ന്യായം പറയാൻ പറ്റും? അല്ല, അതിന്റെ ന്യായം എന്താണ്? എനിക്ക് പിടികിട്ടുന്നില്ല. എന്താണ് അവിടുത്തെ അന്യായം എന്ന്? ആരോടാണ് അന്യായം ചെയ്യുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ദൈവം ആരാണെന്നോ അല്ലെങ്കിൽ ക്രിസ്തു ഒന്നും അറിയാത്തൊരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ ഒരു കാർഡിൽ ആ ഒരു കാറ്റഗറിയിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞ പോലെ ആത്മീക നിലവാരത്തിന്റെ ബേസിലുള്ള സ്ഥാനമാണ് കിട്ടുന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഇത് കിട്ടാതെ പോയത് ആ വ്യക്തി അവിടെ ജനിച്ചത് ആ വ്യക്തിയുടെ പ്രശ്നം കൊണ്ടല്ലോ.
ജനനത്തിന് നമുക്കൊരു സേ ഇല്ലല്ലോ, ജനനത്തിനും മരണത്തിനും. അപ്പൊ അതിന്റെ ബേസിൽ ആ വ്യക്തിയെ ആത്മീയ നിലവാരത്തിന്റെ ബേസിലുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിനെന്ത് ജസ്റ്റിഫിക്കേഷൻ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റും? ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അതിപ്പം ജനനത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവിടെ സ്ഥാനങ്ങൾ കിട്ടുന്നത്. മനസ്സിലായോ? അല്ല, ജനിച്ചു പോയതുകൊണ്ടാണ് ആ വ്യക്തിക്ക് പുറലോകമായിട്ട്, അവിടെ ജനിച്ചു പോയതുകൊണ്ടാണ് പുറലോകമായിട്ടൊരു ബന്ധമില്ലാതെ പോയതും ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോയതും ഇതല്ല. അല്ല, അത് ആ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഈ ഉപദേശം പഠിക്കുന്നുണ്ടോ തിയോളജി പഠിക്കുന്നുണ്ടോ ഒരാൾക്കും മേന്മ ഉണ്ടാകുന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് അതേക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഒരാളുടെ ഉള്ളില് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാൾക്ക് പൊസിഷനുകൾ ഉണ്ടാകുന്നത്. അല്ലാതെ അപ്പൊ അയാൾക്ക് എന്തായാലും അറിവുണ്ടെന്നോ അയാള് തിയോളജി പഠിച്ചോന്നോ ഉള്ളതൊന്നും ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ നമുക്ക് വിശുദ്ധ കുർബാനയായി നമ്മൾ ഭക്ഷിക്കുന്നു. അത് എന്തിനാണ് ക്രിസ്തു ശരീര രക്തം നമുക്ക് തന്നത്? ഒന്നുകൂടെ ചോദിക്കാൻ, ശരീരവും രക്തവും തന്നത് എന്തിനാണ്? അത് പഴയ ബലിയോ അങ്ങനെയൊന്നുമല്ല. ഇത് എന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു, നിങ്ങളിത് അനുഭവിക്കുന്നു പറഞ്ഞു. അത് തരുന്നത് അതെന്തിനാണ് അങ്ങനെ തരുന്നത്? അതെ, അവിടെ നിലവിലിരുന്ന ഒരു കവനന്റ് സിസ്റ്റം ഉണ്ടായിരുന്നു, ബ്ലഡ് കവനന്റ് സിസ്റ്റമേ. അപ്പൊ അതുകൊണ്ട് ബ്ലഡ് കുടിക്കാൻ കൊടുക്കാന്നുള്ള ഒരു രക്തത്തിൽ ഷെയർ എടുക്കാന്നുള്ള ഒരു ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ജ്യൂസിന്റെ ഇടയിൽ മാത്രമല്ല, പിന്നെ ദേശത്തുള്ള പല കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് അതേപ്പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനം നടത്തിയായിരുന്നു. ഞാൻ പിന്നെ അത് പറയണമെന്നൊക്കെ വിചാരിച്ചു, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് കാരണം അത് അതിനകത്ത് കുറച്ച് അവിടെയുള്ള ബ്ലഡ് കവനന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. അത് നല്ലൊരു ചോദ്യമാണ്. കാരണം നിങ്ങൾ ഈ സാധാരണ ആളുകൾ ചിന്തിക്കാത്തൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് അത് വന്നു, അല്ലെ എവിടെ നിന്ന് അത് വന്നു എന്നോ. ഇതിന് മുമ്പ് ബൈബിളിൽ അത്തരത്തിലുള്ള ഒരു റെഫറൻസോ ഒരു പ്രാക്ടീസോ ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ഈ യഹോവയുടെ യാഗങ്ങളിലൊക്കെ തന്നെ രക്തത്തോടുകൂടെ മാംസം കഴിക്കരുതെന്ന്. അപ്പൊ ഇവിടെ രക്തം കുടിച്ചോളാനാണ് പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ യഹോവ നേരെ വെട്ടുകയാണ്. മനസ്സിലായോ? യഹോവ പറയുന്നത് ഒരു കാരണവശാലും ബ്ലഡ് കുടിക്കരുതെന്ന. പിന്നെ പക്ഷെ ഇവിടെ യേശു പറയുന്നത് ബ്ലഡ് കുടിക്കുവീന്ന. ഇത്രയും നേരെ യഹോവയെ എതിർക്കുന്ന ഒരാളില്ലല്ലോ. യഹോവയ്ക്കെതിരായിട്ടുള്ള പാട്ടാണ് പാടുന്നേ. ഈ എന്റെ ശരീരം ഭക്ഷിച്ചെൻ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. അപ്പൊ ഈ യഹോവ ഭക്തന്മാര് മനസ്സിലാക്കണ്ടേ, ഈ രക്തം കുടിക്കുക എന്നുള്ളത് യഹോവ വെറുക്കുന്ന കാര്യവും യഹോവ നിഷേധിച്ചിട്ടുള്ള കാര്യവും വിലക്കിയിട്ടുള്ള കാര്യവുമാണ്. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം അത് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് യഹോവയുടെ യാഗങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ല. ഇപ്പൊ പിന്നെ ഇത് മനസ്സിലായോ? അത് ഒരിക്കലും ഓൾഡ് ടെസ്റ്റമെന്റിന്റെ പശ്ചാത്തലത്തിലല്ല. അതെ, അങ്ങനെ ഞാൻ കേട്ടിരുന്നു. ഈ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഒരു ബലിയുമായിട്ട് ഇതിന് ബന്ധമില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ ക്രിസ്തുവിനോട് കൂടി നിൽക്കുന്നതിന് എന്തിനാണ് ക്രിസ്തുവിന്റെ ശരീരമൊക്കെ നമുക്ക് കഴിക്കാൻ തരുന്നത്, എന്തിനാണ് അങ്ങനെ തരുന്നത് എന്നത് അതാണ് ഈ ഞാൻ അവിടെ ആളുകളെ വെല്ലുവിളിച്ചായിരുന്നു, നിങ്ങള് ഇതേതാണെന്ന് പറയണോന്നേ. അപ്പൊ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല. പറഞ്ഞെങ്കിൽ ഏത് യാഗത്തിലാണ് ബ്ലഡ് കുടിക്കുന്നത്? അപ്പൊ അതാണ് ഞാൻ തിരിച്ചു ചോദിക്കാൻ വെച്ചൊരു ചോദ്യം ഇപ്പൊ നിങ്ങൾ വന്ന് ചോദിച്ചേ. അപ്പൊ നമുക്ക് അതേപ്പറ്റി ചർച്ച ചെയ്യാം. ആരെങ്കിലും വരുമെന്ന് നോക്കട്ടെ. ഓക്കെ. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.